മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ഒരു ഫെമ വയലേഷൻ ഉണ്ടായിട്ടുണ്ടോ? രണ്ട്, ഈ പിരിച്ചെടുത്ത തുക എങ്ങനെ വിനിയോഗിക്കപ്പെട്ടു എന്നതാണ്. ഇത് രണ്ടും ഒരു അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം മുൻ ധനകാര്യമന്ത്രി എന്ന നിലയിൽ താങ്കൾക്കില്ലേ? എന്തിനാണ് താങ്കൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? കിഫ്ബിയുടെ ഒരു ഉത്തരവാദിത്വം വഹിക്കുന്നില്ല. കിഫ്ബിയിലെ എൻ്റെ പൊസിഷൻ എക്സ് ഒഫീഷ്യോ ആണ്. അതുകൊണ്ട് ഒരു റെക്കോർഡും എൻ്റെ കയ്യിലില്ല. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എൻക്വയറി നടത്തി അതിലേതെങ്കിലും നിയമലംഘനം ഉണ്ടെങ്കിൽ അതിനടിസ്ഥാനത്തിൽ കേസെടുത്ത് വിളിക്കണം, ചെല്ലും. ഒരു സംശയം വേണ്ട. 2 വർഷമായി ഈ ഇഡി ആദ്യമായിട്ട് കിഫ്ബി റെയ്ഡ് ചെയ്തിട്ട്. ഈ 2 വർഷം കഴിഞ്ഞിട്ട് ഈ അന്വേഷണമൊക്കെ നടത്തിയിട്ടും എന്താണ് അന്വേഷണ വിഷയം, എന്താണ് ചാർജ്, ഇത് പറയാൻ അവർക്ക് കഴിയുന്നില്ല. കോടതി റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടും പറയാൻ പറ്റിയിട്ടില്ല. ഡോക്ടർ ഐസക്, വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനം, ഈ പണം എങ്ങനെ വിനിയോഗിക്കപ്പെട്ടു എന്ന അന്വേഷണവും അന്വേഷിച്ചോട്ടെ എന്ന് എനിക്ക് വിരോധമൊന്നുമില്ല. അന്വേഷിച്ചിട്ട് കേസ് ചാർജ് ചെയ്യണമെന്ന്. അല്ല, പക്ഷെ താങ്കൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. അല്ല, അവരന്വേഷിക്കാം. എന്നെ വിളിപ്പിച്ച് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്രഥമദൃഷ്ട തെറ്റ് ചെയ്തിരിക്കണം. 2018 ഇത് ഞാൻ പറയണതല്ല, കോടതി പറഞ്ഞതാ. 2 സമൻസ് എനിക്ക് വന്നു, ഞാൻ കോടതിയെ സമീപിച്ചു. എന്താ കോടതി പറഞ്ഞത്? അവിടെ നിയമലംഘനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം, പക്ഷേ നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള റോവിങ് എക്സ്പെഡീഷൻ പാടില്ല. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ ഇപ്പോഴും കോടതി പറയുന്നത് അങ്ങനെയല്ല. പ്രാഥമികമായ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ തടയാൻ കഴിയില്ല. എന്തിനാണ് സമൻസ് വരുമ്പോൾ ഭയപ്പെടുന്നത് എന്നാണ് കിഫ്ബി പോയപ്പോൾ. അപ്പൊ കിഫ്ബി മറുപടി പറഞ്ഞല്ലോ കൃത്യമായിട്ട്. 2 വർഷമായിട്ട് തുടങ്ങിയ പരിപാടിയാ. 8 തവണ വിളിപ്പിച്ച് ഒരേ ചോദ്യം തന്നെ. ഇനി ചോദ്യമില്ലെങ്കിലും വൈകുന്നേരം വരെ നിർത്തിയിട്ട് പറഞ്ഞു കൊണ്ടുവന്നു. വിശുദ്ധ ഹാരസ്മെന്റ് ആണ്. ഇത് സ്ഥാപനത്തിന് സൽപ്പേര് കളയുന്ന തുല്യമാണ്. അപ്പോൾ കോടതി എന്താ പറഞ്ഞേ? യു മേ റെസ്പോണ്ട് ഇൻ എ അപ്രോപ്രിയേറ്റ് മാനർ. എഴുതി കൊടുത്താൽ മതി. ചെയ്യാം. കൊടുക്കൂലെന്നല്ല, എന്നെ വിളിച്ച് അങ്ങനെ ഇരുത്താനായിട്ടുള്ള കോപ്പൊന്നും അവരുടെ കയ്യിലില്ല. പക്ഷെ അത് രണ്ടാമത്തെ കാര്യമാണ് ഡോക്ടർ ഐസക്. താങ്കൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 2018 ഒക്ടോബർ 2 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ യോഗത്തിൽ എടുത്ത തീരുമാനം മിനിറ്റ്സായി നിയമസഭയിൽ വെച്ച രേഖയുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, അതിലെ ചെയർമാനായ മുഖ്യമന്ത്രി ആ യോഗത്തിൽ നിശബ്ദനായിരുന്നു. ഇങ്ങനെ ഈ മസാല ബോണ്ട് ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച അത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ 2 എതിർപ്പുകൾ ഉണ്ടായി. ഒന്ന് ചീഫ് സെക്രട്ടറിയുടെ, ഒന്ന് ധനകാര്യ സെക്രട്ടറിയുടെ. 2 പേരും പറഞ്ഞു, ഇത്ര ഉയർന്ന പലിശ നിരക്കിൽ നമ്മൾ പുറത്ത് ഈ ബോണ്ട് ഇറക്കേണ്ടതുണ്ടോ എന്ന്. അവിടെ ഡോക്ടർ TM തോമസ് ഐസക്കാണ് കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞത്, നമുക്ക് വിദേശ വിപണിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു അവസരമാണ് ഇത്, കേരളം പോലൊരു സ്ഥലത്ത് ഭാവിയിൽ വലിയ ഗുണം നമുക്ക് ചെയ്യുമെന്ന്. സോ ഇറ്റ് വാസ് ഓൺ യുവർ ഡിസിഷൻ ഈ തീരുമാനത്തിലേക്കൊക്കെ എത്തിയത്. നോക്കൂ, കിഫ്ബി ഡയറക്ടർ ബോർഡ് എന്ന് പറഞ്ഞാലേ കുറച്ച് ഏറാമൂളികളെ എടുത്തു വെച്ചിട്ടുള്ള സമിതിയൊന്നുമല്ല. ഇറ്റ്സ് എ പ്രൊഫഷണൽ ബോഡി. അതിൽ ഈ 2 സീനിയർ ഉദ്യോഗസ്ഥന്മാരല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ ആളുകൾ ആരാ? മന്ത്രിമാരൊഴിച്ചിട്ടുള്ളവർ. ബാക്കി മുഴുവൻ പേരും ഏറ്റവും ഉയർന്ന ബാങ്ക് മേധാവികൾ, സെബിയുടെ ഒക്കെ മേധാവികളായിട്ടിരുന്ന ആളുകൾ. അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ ബോഡിയാണെന്ന്. ആ പ്രൊഫഷണൽ ബോഡിയാണെങ്കിൽ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. എതിരഭിപ്രായമുള്ളവർ എതിരഭിപ്രായം പറയും, നല്ല അഭിപ്രായമുള്ളവർ അത് പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഫഷണലായിട്ട് സ്വതന്ത്രമായ അഭിപ്രായം പറയാം, പ്രൊഫഷണലായി തീരുമാനിക്കും. അങ്ങനെ തീരുമാനിച്ചതാ. അല്ല, പക്ഷേ സർക്കാരുമായി ബന്ധമില്ലാത്തവരാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സർക്കാരുമായി ബന്ധമില്ലാത്തവരാണ് ഈ തീരുമാനങ്ങളിൽ ഭൂരിഭാഗം പേരും ഉണ്ടായിരുന്നത് ഈ യോഗത്തിൽ. മാത്രമല്ല, അതിലും തന്നെ 2 പ്രധാന എതിർപ്പുകൾ ഉണ്ടായി, ചീഫ് സെക്രട്ടറിയുടെയും ധനകാര്യ സെക്രട്ടറിയുടെയും. അതിനെ ഡോക്ടർ TM തോമസ് ഐസക് താങ്കളുടെ വാദം കൊണ്ട് മറികടന്നു എന്നാണ്. സോ യു ആർ ബൗണ്ട് ടു ഗിവ് ആൻ എക്സ്പ്ലനേഷൻ. ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഒരു ബാധ്യതയില്ല. ഇത് വല്ല നിയമലംഘനം ഇത് ഇഷ്യൂ ചെയ്തതിലും ഉണ്ടോ ഇല്ലെന്ന് പറയേണ്ടത് റിസർവ് ബാങ്ക് പറയുന്നു ഇത് ഇഷ്യൂ ചെയ്തതിൽ ആരും നിയമലംഘനവും ഇല്ല. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? അപ്പോൾ CAG റിപ്പോർട്ടിലെ പരാമർശങ്ങളോ കണ്ടെത്തലുകളോ? CAGയുടെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പരാമർശങ്ങളാണ് CAG എഴുതുന്നത്. ലെജിസ്ലേച്ചറിൽ പ്ലേസ് ചെയ്ത് ചർച്ച ചെയ്യാനാണ്. ലെജിസ്ലേച്ചർ കൊണ്ടുപോയി തള്ളി. ഇതിൻ്റെ ബാധ്യതപ്പെട്ട സ്ഥാപനം
റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ കൊണ്ട് തള്ളിയത് താങ്കളൊക്കെ പ്രമേയം അവതരിപ്പിച്ചതുകൊണ്ടാണ്. അതെ. അല്ല, ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് CAG-യുടെ ഫൈൻഡിങ്സ് എങ്ങനെയാണ് ഇല്ലാതാകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മോഡിയുടെ കാലം എന്ന് പറയുന്നത് സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അങ്ങനെ കേരള സർക്കാരിനെതിരായിട്ട് CAG വെച്ച് ഒരു ഏർപ്പാടുണ്ടാക്കി അത് ഇന്ന് കേരള സർക്കാരിൻ്റെ ധനപ്രതിസന്ധിയിലേക്ക് വരെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പരിപാടിയാണ്. അതിനു വേണ്ടി വെച്ച റിപ്പോർട്ടാണ്. ഞങ്ങളും കണ്ടു. CAG റിപ്പോർട്ട് അവസാന വാക്കല്ല, അത് നിയമസഭ വെച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള നിയമസഭയെ കൊണ്ടേ തള്ളി. എൻ്റെ പ്രശ്നം ഇത്രേ ഉള്ളൂ, നിയമവിരുദ്ധമല്ല എന്ന് റിസർവ് ബാങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്താ ഇപ്പം അവിടെ പറഞ്ഞു? അതെങ്ങനെയാണ് ഡോക്ടർ ഐസക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പ്രാഥമിക അന്വേഷണത്തിന് വേണ്ടിയുള്ള അവരുടെ നീക്കങ്ങളെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ താങ്കളെ പ്രതികരിക്കാൻ പ്രാപ്തമാക്കുന്നതാണ്? അന്വേഷണം 2 വർഷം, എത്ര നിഷ്കളങ്കമായിട്ടുള്ള ഗോപി ചോദ്യം ചോദിക്കുന്നത്. 2 വർഷം എങ്ങനെയൊക്കെ ഒരു ധനകാര്യ സ്ഥാപനത്തെ റെയ്ഡ് ചെയ്യാം, അതിലെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ വിളിച്ചു കൊണ്ടുവന്നിട്ട് 8-10 പ്രാവശ്യം. ഇനി അതും കൂടി പറഞ്ഞേക്കാം, ഒരു വനിതാ ഉദ്യോഗസ്ഥയോട് അപമര്യാദയായിട്ട് വർത്താനം പറയാ. ഇതൊക്കെ ഉണ്ട്. പരാതി കൊടുത്തില്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇത് നടന്ന സംഭവങ്ങളാ. അങ്ങനെ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് എന്താ നിയമലംഘനം എന്ന് പറയാതെ ഇനിയും ഞങ്ങൾ പ്രിലിമിനറി എൻക്വയറി 2 വർഷക്കാലം മനുഷ്യന്മാർക്ക് അവർക്കുള്ള ചില നിയമാവകാശങ്ങളുള്ള പോലെ തന്നെ പൗരന്മാർക്കും അവകാശമുണ്ട്. ഏതായാലും അയച്ച 2 സമൻസും പിൻവലിക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ 3ാമത്തെ സമൻസ് വന്നു. ഞാൻ പറഞ്ഞു, നേരത്തെ ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ല, ശരി തന്നെ, പക്ഷേ നിയമലംഘനം എന്തെന്ന് പറയാത്തിടത്തോളം കാലം നിങ്ങൾ കോടതിയുടെ വിധിയുടെ അന്തസ്സത്തെ ചോദ്യം ചെയ്യണം. ഇനിയും ഇത് തുടർന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചാർജ് എന്ന് പറയാതെ വിളിപ്പിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ കോടതിയിൽ പോകും. കോടതി തീരുമാനിച്ചോട്ടെ. അല്ല, ആ സാഹചര്യം ഇപ്പോൾ കഴിഞ്ഞില്ലേ? കോടതി അത് ക്ലിയർ ആക്കി കഴിഞ്ഞില്ലേ? പോയപ്പോൾ കോടതി എന്താ പറഞ്ഞത്? കോടതിയുടെ പ്രാഥമികമായ അന്വേഷണത്തെ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? പ്രാഥമികമായ അന്വേഷണം മാത്രമേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിയമപരമായ നിലനിൽപ്പിനെ സാധൂകരിക്കുന്ന സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. അതിന്റെ തൊട്ടു പിന്നാലെ ഹൈക്കോടതി ഈ പ്രാഥമിക അന്വേഷണമായി മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നപ്പോൾ ഡോക്ടർ ഐസക് പറയുന്നു, ഞാൻ വീണ്ടും പരിരക്ഷയ്ക്ക് വേണ്ടി കോടതിയെ സമീപിക്കുമെന്ന്. How it is going to work? കാരണം ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുണ്ട്. ആ വിധി പ്രകാരം റോവിംഗ് എൻക്വയറി പറ്റില്ല. കൃത്യമായ ചാർജിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷിക്കാം. ഇപ്പോഴും ചാർജ് പറയുന്നില്ല, ഞങ്ങൾ പ്രിലിമിനറി എൻക്വയറി നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് കോടതി വിധിയുടെ അന്തസ്സത്തക്കെതിരാണ്. ഇപ്പോൾ സിംഗിൾ ബെഞ്ച് അദ്ദേഹം എന്താ പറഞ്ഞത്? അപ്പോൾ കിഫ്ബിയുടെ മറുപടി ഇതാ ഇത്തരം പ്രാവശ്യം വിളിപ്പിച്ചിട്ടുണ്ട്, ഒരു കാര്യമില്ല, വീണ്ടും വിളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കോടതിയുടെ മറുപടി, യു മേ റെസ്പോണ്ട് ഇൻ അപ്രോപ്രിയേറ്റ് മാനർ. മറുപടി കൂടിയുണ്ട്. അവർ പറഞ്ഞത് 100-ലധികം ആളുകളെ ഞങ്ങൾ ഈ ഫെമ വയലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ആർക്കും ഒരു പരാതിയുമില്ല, കിഫ്ബിക്ക് മാത്രമേ പരാതി പറഞ്ഞിട്ടുണ്ട്. സ്വല്പം നട്ടല് വേണം എന്നിട്ടൊന്ന് പറയാനായിട്ട്. നിന്നെ കണ്ടാലൊന്നും പേടിക്കത്തില്ല, വരട്ടാൻ നോക്കണ്ട എന്ന് പറയണമെങ്കിൽ സ്വല്പം നട്ടല് വേണം. ശരി, ഞാൻ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരാം. അതായത് താങ്കൾ പറഞ്ഞത് താങ്കൾ ഒരു കൂട്ടുത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 17 പേരുണ്ട്. അതിലെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, വൈസ് ചെയർമാൻ താങ്കളാണ്, പിന്നീട് മറ്റംഗങ്ങളുമുണ്ട്. അങ്ങനെ കൂട്ടായ ആലോചനയിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് ഇതിനൊരു കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നാണ് താങ്കൾ ഉദ്ദേശിച്ചത്. മുഖ്യമന്ത്രിക്കടക്കം ഈ തീരുമാനത്തിൽ ഉത്തരവാദിത്വം ഉണ്ട് എന്നാണോ? ഇല്ല, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതൊരു ബോർഡ് ഡിസിഷനാണ്, ബോർഡ് കൗൺസിലിന്റെ അടിസ്ഥാനം ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ എക്സ് ഒഫീഷ്യൽ സ്ഥാനത്തില്ല, അതുകൊണ്ട് ഇതിന്റെ രേഖയുടെ ഒന്നും കസ്റ്റോഡിയൻ ഞാനല്ല. ബോർഡിന്റെ തീരുമാനമാണെന്ന് ആര് ചെയർമാനായാലും ബോർഡിന്റെ തീരുമാനമല്ലേ, അല്ലാതെ മന്ത്രി വ്യക്തിപരമായി എടുക്കുന്നുണ്ടോ? CM-ന്റെ കാര്യത്തിലും എക്സ് ഒഫീഷ്യൽ പൊസിഷനാ, ഈസ് നോട്ട് പേഴ്സണലി ലയബിൾ. അവിടെ ബോർഡിന്റെ തീരുമാനം സംയുക്തമായി എടുത്തിരിക്കുന്നു. ധനമന്ത്രിയും മുഖ്യമന്ത്രിയും എക്സ് ഒഫീഷ്യോ നിലയിലാണ് ആ ബോർഡിൽ അംഗങ്ങളായും പദവി സ്വീകരിക്കുകയും ചെയ്തു. എന്റെ ചോദ്യം, ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം നേരിടേണ്ടി വന്നാൽ അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അന്വേഷണത്തോട് അദ്ദേഹത്തിന് സഹകരിക്കേണ്ട ബാധ്യത ഇല്ലേ എന്നാണ്. ഇത് അദ്ദേഹം പേഴ്സണലായിട്ട് എടുക്കുന്ന ഡിസിഷന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അദ്ദേഹം മറുപടി പറയണം.
ഇതിവിടെ എടുക്കുന്ന തീരുമാനം ഒരു ബോർഡിൻ്റെതാണ്. ആ ബോർഡിന്റെ കൂട്ടുത്തരവാദിത്വം. ആ കൂട്ടുത്തരവാദിത്വത്തിൽ മുഖ്യമന്ത്രി കൂടി ഉൾപ്പെടുന്നുണ്ട് എന്നാണല്ലോ താങ്കൾ അല്ല, പറഞ്ഞത്. ഞാനും ഉൾപ്പെടുന്നുണ്ട്. താങ്കളും മുഖ്യമന്ത്രി ഉൾപ്പെടുന്നുണ്ട്. എല്ലാവരും ഉൾപ്പെടുന്നുണ്ട്. എന്ത് സംശയമെന്ന് ബോർഡിന്റെ തീരുമാനമല്ലേ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമാനുസൃതമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ അധികാരം ഡിവിഷൻ ബെഞ്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ലംഘിക്കുന്നു. നിങ്ങൾ പറഞ്ഞ സുപ്രീം കോടതി വിധിയില്ലേ, അതെ, എന്തിനെ കുറിച്ചാ? ഫെമയെ കുറിച്ചല്ല, അല്ല, PMLA കുറിച്ചാണ്. ഇത് ഫെമയാണ്. അവർ നമ്പർ മാറ്റി മറ്റത് ഇട്ടിരുന്നെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ബാധകം. താങ്കൾ ഈ രേഖകൾ കൊടുക്കാൻ താങ്കളുടെ കൈവശമില്ല, കാരണം താങ്കൾ ഇപ്പോൾ ആ പദവിയിലില്ല എന്നതാണ്. രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിട്ടല്ലോ, എന്തുകൊണ്ടാണ് താങ്കൾ അതിനോട് സഹകരിക്കാത്തത്? ഞാൻ സഹകരിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചാർജിന്റെ പുറത്ത് എന്നെ പിടിച്ച് അന്വേഷിക്കണേ? ഐ ഹാവ് മൈ റൈറ്റ്സ് ചെയ്യാം. അത് കോടതി അംഗീകരിച്ചതാ. ഇനി കോടതി പറയാണ് നിങ്ങൾ ചെന്ന് കൊടുക്കുമ്പോഴും കൊടുക്കും പോവും. പക്ഷെ കോടതി എനിക്ക് എന്റെ റൈറ്റ് തീർത്തിട്ട് അത് ED മുമ്പിൽ നിന്ന് അടിയോറ് വെക്കാനില്ല. അല്ല, ചാർജ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഐസക്, ഫെമ വയലേഷൻ ഉണ്ടോ എന്നതും ഈ പണവിനിയോഗത്തിൽ എന്തെങ്കിലും കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്നതും അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അതിന് അവർക്ക് പറയാൻ ഒരു കാരണമുണ്ട്. CAG റിപ്പോർട്ട് ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അന്വേഷിക്കുന്നു. പക്ഷെ താങ്കൾ പറയുന്നത് ചാർജ് ഇല്ല എന്നുള്ളതാണ്. ചാർജ് ഉണ്ട് ഇൻ എ വേ. ഇവർക്ക് സകല രേഖകളും കൊടുത്തിട്ടുണ്ട്. കിഫ്ബിന്ന് വിശദമായിട്ടുള്ള അഫിഡവിറ്റുകളും സ്റ്റേറ്റ്മെന്റ്സും കൊടുത്തിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ചാർജ് ഇനിയിപ്പോൾ എന്നോട് വെർബലായിട്ട് ചോദിച്ചാൽ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? അതായത് ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ സമൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താങ്കൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ, താങ്കൾ പോവുകയോ അവർക്ക് വിവരങ്ങൾ കൈമാറുകയോ ചെയ്യില്ല. അല്ലെങ്കിൽ കോടതി പറഞ്ഞാൽ പോകും. യാതൊരു സംശയമില്ല. കോടതി ഇന്ന് നിങ്ങൾ ഇന്ത കുറ്റം ചെയ്തിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ്, പോകാൻ ബാധ്യസ്ഥരാണ്. കുറ്റമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വിളിപ്പിച്ചു കഴിഞ്ഞാൽ അത് വേറെ. അതെൻ്റെ സിറ്റിസൺ റൈറ്റ് കോടതി അംഗീകരിച്ചതാണ്. ഇതൊക്കെ ഇങ്ങനെ തർക്കിക്കണോ? ഈ കാലത്ത് ഇതിനോടൊക്കെ ഇങ്ങനെ തർക്കിക്കുന്നത് നല്ലതാണെന്ന്. എന്തൊക്കെ ചെയ്യണത് ED എന്ന് പറഞ്ഞിട്ട്? മനുഷ്യന്മാരുടെ കേസെടുക്കുക, കാല് മാറിയോ, BJP ചേർന്നു, എന്നാൽ എല്ലാ കേസും ഇല്ലാതാവുന്നു. ഇങ്ങനെയൊക്കെ നാടിനെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ദേശീയ ഏജൻസി എന്ന നിലയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒന്നും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അത് യാതൊരു സംശയമില്ല. പക്ഷെ ആ കോടതി ഡിവിഷൻ ബെഞ്ച് ഈ റോവിങ് എൻക്വയറി പാടില്ല. കൃത്യമായ ചാർജ് ഉണ്ടെങ്കിൽ കേസെടുത്തോ, അന്വേഷിച്ചോ. യെസ്. അല്ല, പക്ഷെ താങ്കൾ പറയുന്നത് അതല്ലല്ലോ. ഞാനിത് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളല്ല എന്നാണല്ലോ. താങ്കൾ ആ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറുകയാണല്ലോ. എന്റെ അടിസ്ഥാന ഇഷ്യൂ ഇതാണ്. രണ്ടാമത്തത്, പിന്നെ ഞാൻ പറയണം, ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് എക്സ് ഒഫീഷ്യോ മെമ്പർ എന്നുള്ള നിലയിലാണ്. അത് മുഖ്യമന്ത്രിയായാലും ധനമന്ത്രിയായാലും എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. അപ്പോൾ ആ തീരുമാനം ബൈ റെസൊല്യൂഷൻ ഓഫ് ദ ബോർഡ്, മസാല ബോണ്ട് ഇറക്കുന്നു, റെസൊല്യൂഷൻ ഓഫ് ദ ബോർഡ് അല്ലാതെ മന്ത്രി എടുക്കുന്നതല്ല. ഇപ്പൊ തോമസ് ഐസക് മന്ത്രി ഒപ്പിട്ട് ഫയലിട്ട് എടുക്കാൻ തീരുമാനിച്ചാൽ ദാറ്റ്സ് റൈറ്റ്. അങ്ങനെയല്ല, ഇത് വ്യത്യസ്തമാണ്. ഞാനിപ്പോൾ എൻ്റെ കസ്റ്റോഡിയനും കാര്യങ്ങളും അല്ല, ഒന്നും എൻ്റെ കയ്യിലില്ല.